ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കൊയ്ത്താണ് കാണാൻ പോകുന്നത്. ബാ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ പാടത്തോട്ട് വരുന്ന വിഷ്വൽ എടുക്കുകയാണ് കേട്ടോ. അപ്പുകുട്ടൻ ഞാനും തനിക്കുട്ടിയും കൂടി വരുവാണ്. ഞവര അരിയാണേ കൊയ്തിട്ടേക്കെന്ന് കണ്ടോ കേട്ടോ. നമുക്കിതിനകത്ത് നെല്ല് കാണാതെ വേണ്ടേ, ഇച്ചിരിയേ കിട്ടിയുള്ളൂ. പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാത്തതുകൊണ്ട് ഫുള്ള് പ്രാവൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് അരി മാത്രമേ ഇപ്രാവശ്യമുള്ളൂ. കണ്ടത്തിലെ കൊയ്ത്ത് കഴിഞ്ഞു. ഇത് നവരേരിയായിരുന്നേ. ഇനി നമുക്ക് താഴെ വേറൊരു കണ്ടമുണ്ട്, അവിടെ പോകാം. ഈ വീഡിയോ നമ്മുടെ അപ്പുക്കുട്ടനാട്ടോ എടുക്കുന്നത്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല പാടത്തോട്ട്. കാര്യം അവിടെ ചാല് വെട്ടിയിട്ടുണ്ട്, നല്ല ആഴം ഉണ്ടായിരുന്നു. അതിൽ ക്രോസിംഗ് ഒന്നും വച്ചിട്ടില്ല, അപ്പം ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു. ഇതും കൊയ്യുന്ന കണ്ടോ, നമ്മുടെ ചേച്ചിമാരാണ് കൊയ്യുന്ന. ചേച്ചിമാരെന്ന് കൊയ്യുക. അപ്പുക്കുട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ നോക്കുക. ആ കൊയ്യുന്ന രീതി കണ്ടോ, എന്ത് ഭംഗിയാ നോക്കി. പാള വെച്ച് മീൻ പിടിക്കുക അപ്പുക്കുട്ടനും തനിക്കുട്ടിയും കൂടെ. അടുത്തത് നമ്മൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ്റെ പച്ചക്കറിയും വാഴയൊക്കെ നട്ടേക്കുന്നത് കാണാൻ പോവാണേ. നമ്മൾ നേരത്തെ ആ പോയ പാടത്തിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ നമ്മൾ പോകുന്നത്. വീഡിയോയ്ക്ക് കുറച്ച് ഷേക്ക് കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡിങ് പോലെയാണ്. വയലിൻ്റെ സൈഡിൽ ചെറിയൊരു വഴിയാണ്, ആ വഴി കൂടെ പോകുന്നത്. ഇത് പുതിയ വാഴ നടാൻ വേണ്ടിയിട്ട് കുഴി എടുത്തേക്കുവാ. വിഷമൊന്നും അടിക്കാത്തോണ്ടേ പാവയ്ക്കൊക്കെ കുറേ കേടായി പോകും. ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ മരിച്ചീനി നട്ടേക്കുന്ന കാണാൻ പറ്റും. ഇവിടെ എല്ലാം ചീനി നട്ടേക്കുവാണേ, മരിച്ചീനി. വാഴയൊക്കെ കാറ്റത്ത് മറിഞ്ഞ് വീഴാൻ നമ്മുടെ ഈറുകൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പടവലങ്ങ കണ്ടോ, അത് വലിയ പടവലങ്ങയാണ്. പക്ഷെ കുറേ നമ്മുടെ ഈ അടുപ്പിച്ചുള്ള മഴ കാരണം കുറേ നശിച്ചു പോയി, പാവയ്ക്കയും പടവലങ്ങയൊക്കെ. എന്ത് രസമല്ലേ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. ഇത് പയർ പടത്തി വിട്ടേക്കാണേ, കാണിച്ചു തരാം. അത് വലിയ പയറാവും ഇത്. അങ്ങോട്ട് ഫുള്ളുണ്ട് കേട്ടോ. ഇത് പാവയ്ക്ക കച്ചവടം ഗൈസ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പടവലങ്ങ. ചെളിയൊക്കെ ആക്കിയിട്ട് കഴുകാൻ പോകുന്നുണ്ടോ. വെള്ളം തപ്പി പോവുക കേട്ടോ. ഇറങ്ങി കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വീട്ടിൽ പോവാം. എന്താ സ്ഥിരം നമ്മുടെ അപ്പുക്കുട്ടനും തനിക്കുട്ടിയൊക്കെ ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ വന്ന് കണ്ടത്തിലൊക്കെ കളിച്ചിട്ട് ഇവിടെ ഇറങ്ങി കാലും കൈയൊക്കെ കഴുകി വരും. നമുക്കും ഇറങ്ങാം. നമുക്ക് വെള്ളത്തിൽ മുഖം കഴുകാം.
ആഹാ എന്തൊരു സുഖം, എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ ഒഴുകി പോന്നതാണ്. കാലിൽ കൂടെ നടന്നു വരാന്ന് പറഞ്ഞു ഒക്കെ നിൽക്കുന്നുണ്ടോ അടയ്ക്കാമരം. ചെറിയ വഴി കൂടെ വേണം നടന്നു പോകാനേ. നമ്മുടെ വെള്ളം കണ്ടില്ലേ ആ സ്ഥലത്ത് വരെ. അറിയാത്തോണ്ട് എന്നെ വഴി തെറ്റിച്ചു അപ്പൂസ്. റോഡിൽ കൂടെ കിലോമീറ്റർ നടത്തിച്ച് വണ്ടിയിൽ അടുത്തോട്ട് കൊണ്ടുപോവാ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ലവ് യു ദെൻ ബൈ.